നമ്മുടെ ചാപ്റ്റർ 1 സെൻസേഷൻസ് ആൻഡ് റെസ്പോൺസസ് നമ്മൾ 2 പാർട്ട് വീഡിയോ കണ്ടിരുന്നു അല്ലേ. ഇനി അതിൻ്റെ മെയിൻ പാർട്ടായിട്ടുള്ള ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് എന്നുള്ള ഭാഗമാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതോടുകൂടി നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഫിനിഷ് ചെയ്യാണ്. ബ്രെയിൻ ഈസ് ദ സെൻട്രൽ പാർട്ട് ഓഫ് ദ നെർവസ് സിസ്റ്റം. നെർവസ് സിസ്റ്റത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണിത് ബ്രെയിൻ എന്ന് പറയുന്നത്. Based on the indicators, analyze figure 1.4 and this description, understand how the brain gets nutrition and protection. Make notes in your science diary. The brain is protected inside the skull. എങ്ങനെയാണ് ബ്രെയിൻ പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്? സ്കള്ളിനകത്താണ് അല്ലേ. നമ്മുടെ ബോഡി പാർട്സിൽ ഏറ്റവും കാഠിന്യമേറിയ ബോൺസ് ഉള്ളത് സ്കള്ളിലാണ്. ഓക്കെ, കട്ടിയുള്ളത് എന്ന് വെച്ചാൽ അതെന്തിനായിരിക്കും? നമ്മുടെ ബ്രെയിനിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇറ്റ് ഈസ് കവേർഡ് ബൈ ദ മെനിഞ്ചസ്, എ 3 ലെയേർഡ് മെമ്പറൈൻ. ഈ സ്കള്ളിന് അകത്ത് മെനിഞ്ചസ് വെച്ച് കവർ ചെയ്തിട്ടുണ്ട് ബ്രെയിനിനെ. എന്തിനു വേണ്ടിയിട്ടാണ്? 3 ലെയേർഡ് മെമ്പറൈനാണ് മെനിഞ്ചസ് എന്ന് പറയുന്നത് കേട്ടോ. ആദ്യം സ്കള്ള് നമ്മൾ മുകളിൽ നിന്ന് താഴോട്ട് ബ്രെയിനിൻ്റെ ഭാഗത്തേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ മുകളിൽ സ്കള്ള്, അതിൻ്റെ താഴെ 3 ലെയേർഡ് ആയിട്ടുള്ള മെനിഞ്ചസ്, ദെൻ അതിൻ്റെ താഴെയായിട്ടായിരിക്കും ബ്രെയിൻ കാണപ്പെടുന്നത്. ഓക്കെ, ദ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ഈസ് ഫിൽഡ് വിത്തിൻ ദ ഇന്നർ മെമ്പറൈൻ ഓഫ് മെനിഞ്ചസ് ആൻഡ് ദ വെൻട്രിക്കിൾസ് ഓഫ് ദ ബ്രെയിൻ. എന്തുണ്ട്? ഒരു ഫ്ലൂയിഡ്. എന്താണ് ഫ്ലൂയിഡിൻ്റെ പേര്? സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ഫില്ല് ചെയ്തിട്ടുണ്ട്. എവിടെ? ഇന്നർ മെമ്പറൈൻസ് ഓഫ് മെനിഞ്ചസ്. മെനിഞ്ചസിൻ്റെ ഇന്നർ മെമ്പറൈൻസിൽ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് വെച്ച് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആൻഡ് വെൻട്രിക്കിൾസ് ഓഫ് ദ ബ്രെയിൻ, അതുപോലെ തന്നെ വെൻട്രിക്കിൾസിലും ഫില്ല് ചെയ്തിട്ടുണ്ട്. ദ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ഫോംഡ് ഫ്രം ദ ബ്ലഡ് ഈസ് റീഅബ്സോർബ്ഡ് ഇൻ ടു ദ ബ്ലഡ്. സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡിൽ നിന്നും ഉണ്ടാവുന്ന ബ്ലഡ് റീഅബ്സോർബ് ചെയ്യുന്നുണ്ട്. എങ്ങോട്ട്? ബ്ലഡിലേക്ക് തന്നെ റീഅബ്സോർബ് ചെയ്യുന്നുണ്ട്. The functions of the cerebrospinal fluid are to provide nutrition and oxygen to the tissues of the brain, regulate the pressure inside the brain and to protect the brain from injuries. എന്തൊക്കെയാണ് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡിൻ്റെ ഫങ്ഷൻസ് എന്ന് ചോദിച്ചാൽ, ടു പ്രൊവൈഡ് ന്യൂട്രീഷൻ ആൻഡ് ഓക്സിജൻ ടു ദ ടിഷ്യൂസ് ഓഫ് ദ ബ്രെയിൻ. ബ്രെയിനിലുള്ള ടിഷ്യൂസിന് ന്യൂട്രിയൻസ് ആൻഡ് ഓക്സിജൻ എത്തിക്കുക, പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഫങ്ഷൻ, സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡിൻ്റെ ഒരു ഫങ്ഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ് ഫങ്ഷൻ, റെഗുലേറ്റ് ദ പ്രഷർ ഇൻസൈഡ് ദ ബ്രെയിൻ. ബ്രെയിനിനകത്തുള്ള പ്രഷർ കൺട്രോൾ ചെയ്യുന്നു. ദെൻ ടു പ്രൊട്ടക്ട് ദ ബ്രെയിൻ ഫ്രം ഇഞ്ചുറീസിൽ നിന്ന്, അല്ലേ, ക്ഷതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നു സ്പൈനൽ ബ്രെയിനിനെ. ഓക്കെ, ഇനി ഇൻഡിക്കേറ്റേഴ്സ് എന്താ തന്നിരിക്കുന്നതെന്ന് നോക്കാം. പ്രൊട്ടക്ഷൻ ഓഫ് ബ്രെയിൻ, nourishment ഓഫ് ദ ബ്രെയിൻ, ദ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ ബ്രെയിൻ കൺട്രോൾ ആൻഡ് കോർഡിനേറ്റ് ഓൾ ലൈഫ് ആക്ടിവിറ്റീസ്, അനലൈസ് ഇല്ലുസ്ട്രേഷൻ 1.7 ഷോയിങ് ദ സ്ട്രക്ചർ ഓഫ് ദ ബ്രെയിൻ ആൻഡ് ലിസ്റ്റ് ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ഈച്ച് പാർട്ട്. ഇനി എന്താ പറയുന്നത്? ഇൻഡിക്കേറ്റേഴ്സ് പറഞ്ഞ 2 കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. പിന്നെ പറയുന്നത് നമ്മുടെ നെക്സ്റ്റ് പേജ് 1.7 ഇല്ലുസ്ട്രേഷൻ 1.7ൽ സ്ട്രക്ചർ ഓഫ് ദ ബ്രെയിൻ തന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ ലിസ്റ്റ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ഈച്ച് പാർട്ട്. ഓരോ പാർട്സിൻ്റെ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ബ്രെയിനിൽ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ആ ഓരോ ഭാഗത്തിനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫങ്ഷൻസും കൂടിയുണ്ട് അല്ലേ. അപ്പോൾ ആ ഫങ്ഷൻസും അതുപോലെ പാർട്സും കൂടി എന്താണെന്ന് നോക്കാം. ഇതാണ് ബ്രെയിനിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ ഓഫ് ദ ബ്രെയിനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, എന്തൊക്കെയാണ് പാർട്സ് ഉള്ളതെന്ന് നോക്കാം. ഓക്കെ, സെറിബ്രം, സെറിബെല്ലം, മെഡുല ഒബ്ലാങ്കേട്ട, തലാമസ് ആൻഡ് ഹൈപ്പോതലാമസ്. അപ്പോൾ 5 ഭാഗങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇനി ഓരോ ഭാഗങ്ങളുടെയും ഫങ്ഷൻസ് എന്താണെന്ന് നോക്കാം. സെറിബ്രം, ദ ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ. ബ്രെയിനിലെ ഏറ്റവും ലാർജസ്റ്റ് പാർട്ടാണ് സെറിബ്രം എന്ന് പറയുന്നത്. ന്യൂമറസ് ഫിഷേഴ്സ് ആൻഡ് ഫോൾസ് ആർ സീൻ.
നിങ്ങൾക്ക് കാണാൻ പറ്റും സെറിബ്രത്തിനെ നോക്കിക്കഴിഞ്ഞാൽ ചുളിവുകളുള്ളതായിട്ട് തോന്നുന്ന ഭാഗം, ഏറ്റവും വലുതായിട്ട് ചുളിവുകളുള്ളതായിട്ട് കാണുന്നത് കണ്ടില്ലേ? ചുളിവുകളുള്ളതായിട്ട് കാണുന്ന ഭാഗത്തിനെയാണ് എന്ത് പറയുന്നത്? സെറിബ്രം. ഏറ്റവും വലിയ ഭാഗമാണ്, ബ്രെയിനിലെ ഏറ്റവും വലിയ ഭാഗമാണ്. ദ ഗ്രേ കളേർഡ് ഔട്ടർ പാർട്ട് ഓഫ് ദ സെറിബ്രം ഈസ് കോൾഡ് കോർട്ടെക്സ്. ഈ സെറിബ്രത്തിന് പുറത്തായിട്ട് ഗ്രേ കളറിൽ കാണപ്പെടുന്ന ഭാഗത്തിനെയാണ് കോർട്ടെക്സ് എന്ന് പറയുന്നത്. ദ വൈറ്റ് കളേർഡ് ഇന്നർ പാർട്ട് ഈസ് കോൾഡ് മെഡുല. അതുപോലെ തന്നെ വൈറ്റ് കളറിൽ ഉള്ളിൽ സെറിബ്രത്തിൻ്റെ അകത്ത് കാണപ്പെടുന്ന വൈറ്റ് കളേർഡ് പോർഷനെ മെഡുല എന്ന് പറയുന്നു. സെൻറ്റർ ഓഫ് തോട്ട്, ഇൻ്റലിജൻസ്, മെമ്മറി ആൻഡ് ഇമാജിനേഷൻ. ഇനി നമ്മളുടെ ജീവിതത്തിൽ ഡെയിലി ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ അല്ലേ? സെൻറ്റർ ഓഫ് തോട്ട്, ചിന്ത, ഇൻ്റലിജൻസ്, ബുദ്ധി പ്രവർത്തിക്കുന്നത്, മെമ്മറി ഓർത്തു വയ്ക്കാൻ കഴിവുള്ളത്, ആൻഡ് ഇമാജിനേഷൻ, എന്തെങ്കിലും ഇമാജിനേഷനൊക്കെ നടക്കുന്നത് അല്ലേ? ഇതെല്ലാം ഏത് ഭാഗത്താണ് വർക്ക് ചെയ്യുന്നത്? സെറിബ്രമാണ് ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത്. സെൻറ്റർ ഓഫ് തോട്ട്, ഇൻ്റലിജൻസ്, മെമ്മറി ആൻഡ് ഇമാജിനേഷൻ. ഓക്കെ. ദെൻ ഇവോക്സ് സെൻസേഷൻസ്. സെൻസേഷൻസ് ഇവോക്ക് ചെയ്യുന്നത് സെറിബ്രത്തിലാണ്. കൺട്രോൾസ് വോളണ്ടറി മൂവ്മെൻറ്റ്സ്. വോളണ്ടറി മൂവ്മെൻറ്റ്സ് കൺട്രോൾ ചെയ്യുന്നത് സെറിബ്രമാണ്. സെക്കൻഡ് വൺ, cerebellum. The second largest part of the brain is cerebellum, seen behind the cerebrum as two flaps. സെറിബെല്ലമാണ് രണ്ടാമത്തെ വലിയ പാർട്ട്. ബ്രെയിനിലെ രണ്ടാമത്തെ വലിയ പാർട്ട് എന്ന് പറയുന്നത് സെറിബെല്ലമാണ്. ഇത് കാണപ്പെടുന്നത് സെറിബ്രത്തിൻ്റെ രണ്ട് ഫ്ലാപ്പുകൾക്ക് ഇടയിലായിട്ടാണ് സെറിബെല്ലം കാണപ്പെടുന്നത്. ഈ പോർഷൻ, ഈ താഴെ കാണുന്ന പോർഷനാണ് എന്തെന്ന് പറയുന്നത്? സെറിബെല്ലം. ദെൻ കോർഡിനേറ്റ്സ് മസ്കുലർ ആക്ടിവിറ്റീസ് ആൻഡ് മെയിൻറ്റെയിൻസ് ഇക്വിലിബ്രിയം ഓഫ് ദ ബോഡി. മസ്കുലർ ആക്ടിവിറ്റീസ് ഒക്കെ കോർഡിനേറ്റ് ചെയ്യുന്നതും അതുപോലെ ബോഡി ബാലൻസ്, ഇക്വിലിബ്രിയം ഓഫ് ദ ബോഡി കോർഡിനേറ്റ് ചെയ്യുന്നതും ആരാണ്? സെറിബെല്ലമാണ്. ഓക്കെ. അടുത്തത് മെഡുല ഒബ്ലോങ്കേറ്റ. The rod-shaped medulla oblongata is seen below the cerebrum, located near the cerebellum. സെറിബെല്ലത്തിനടുത്തായിട്ട് സെറിബ്രത്തിന് താഴെയായി കാണപ്പെടുന്ന ഭാഗത്തിനെയാണ് മെഡുല ഒബ്ലോങ്കേറ്റ എന്ന് പറയുന്നത്. മെഡുല ഒബ്ലോങ്കേറ്റ റോഡ് ഷേപ്പിലാണ് ഇരിക്കുന്നത്. ഓക്കെ, റോഡ് ഷേപ്പ്ഡാണ്. കൺട്രോൾസ് ഇൻവോളണ്ടറി ആക്ഷൻസ് ലൈക്ക് ഹാർട്ട് ബീറ്റ്, ബ്രീത്തിങ് എക്സെട്ര. ഇൻവോളണ്ടറി ആയിട്ടുള്ള എല്ലാ തരത്തിലുള്ള ആക്ഷൻസ്, ബോഡിയിലുള്ള ഇൻവോളണ്ടറി ആക്ഷൻസ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഹാർട്ട് ബീറ്റും ബ്രീത്തിങ്ങും പോലുള്ള എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത് മെഡുല ഒബ്ലോങ്കേറ്റയാണ്. ഓക്കെ. ദെൻ ഹൈപ്പോതലാമസ്. അതിന് മുമ്പ് നമുക്ക് തലാമസ് നോക്കാം. തലാമസ് സിറ്റുവേറ്റഡ് ബിലോ ദ സെറിബ്രം. സെറിബ്രത്തിന് തൊട്ട് താഴെയായി കാണപ്പെടുന്ന ഭാഗമാണ് thalamus. Act as relay station of impulses and to and from the cerebrum. സെറിബ്രത്തിൽ നിന്നും സെറിബ്രത്തിലേക്കുമുള്ള എല്ലാ തരത്തിലുള്ള ഇമ്പൾസസിൻ്റെയും റിലേ സ്റ്റേഷനായിട്ട് ആക്ട് ചെയ്യുന്നു ആര്? തലാമസ്. ഓക്കെ. അനലൈസസ് ഇമ്പൾസസ് ഫ്രം വേരിയസ് പാർട്സ് ഓഫ് ദ ബോഡി ആൻഡ് സെൻസ് ദ ഇമ്പോർട്ടൻറ്റ് വൺസ് ടു ദ സെറിബ്രം. പല ബോഡി പാർട്സിൽ നിന്നുള്ള ഇമ്പൾസസ് അനലൈസ് ചെയ്തിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഏതാണോ അതിനെ സെറിബ്രത്തിലേക്ക് സെൻഡ് ചെയ്യുന്നതാണ് തലാമസിൻ്റെ ഡ്യൂട്ടി. ദെൻ ഹൈപ്പോതലാമസ് സിറ്റുവേറ്റഡ് ജസ്റ്റ് ബിലോ ദ തലാമസ്. തലാമസിന് തൊട്ട് താഴെയായി കാണപ്പെടുന്ന ഭാഗമാണ് ഹൈപ്പോതലാമസ്. പ്ലേസ് എ മേജർ റോൾ ഇൻ ദ മെയിൻ്റെനൻസ് ഓഫ് ഹോമിയോസ്റ്റാറ്റിസ്. നമ്മുടെ സ്റ്റെബിലിറ്റി എല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഹൈപ്പോതലാമസ് ആണ്. എന്നുവെച്ചാൽ ബോഡി ബാലൻസ് കൺട്രോൾ ചെയ്യുന്നത് ഹൈപ്പോതലാമസ് ആണ്. ഓക്കെ. തലാമസിൻ്റെ തൊട്ട് താഴെയായി കാണപ്പെടുന്നു. അപ്പോൾ ഈ 5 ഭാഗങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സെറിബ്രം, സെറിബെല്ലം, മെഡുല ഒബ്ലോങ്കേറ്റ, തലാമസ് ആൻഡ് ഹൈപ്പോതലാമസ്. ഓക്കെ. ചിത്രം നന്നായി മനസ്സിലാക്കി വയ്ക്കുക. അതിലെ ഓരോ ഭാഗവും എവിടെയാണെന്നുള്ളത് മനസ്സിലാക്കുക. ഏതാണ് വലുത്, ഏതാണ് ചെറുത്, എന്താണ് ഓരോ പാർട്സിൻ്റെയും ഫങ്ഷൻസ്, ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വയ്ക്കുക. ഇപ്പോഴുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ
നിങ്ങൾക്ക് ചിത്രം വരയ്ക്കാനായിട്ട് വരാറില്ല. ചിത്രം തന്നിട്ടുണ്ടാവും, അതിൽ ABC എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. ആ ABC പാർട്സ് എഴുതാൻ വേണ്ടി മാത്രമേ ചോദിക്കുള്ളൂ. അപ്പോൾ ചിത്രം വരയ്ക്കാൻ പഠിക്കേണ്ട കാര്യമില്ല. ചിത്രം മനസ്സിലാക്കി വയ്ക്കുക, പാർട്സ് ഏതൊക്കെയാണെന്ന് പഠിച്ചു വയ്ക്കുക. ഓക്കെ, നെക്സ്റ്റ്. Are you convinced of the importance of the brain? Discuss the necessity of wearing helmets while riding two-wheelers. ഇപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യത്തിൽ നിന്ന് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? വണ്ടി 2 വീലേഴ്സ് ഓടിക്കുന്ന സമയത്ത് ഹെൽമെറ്റ് ധരിക്കണം എന്ന് പറയുന്നതിന് എന്തെങ്കിലും ഇമ്പോർട്ടൻസ് ഉള്ളതായിട്ട് തോന്നിയോ? ഉണ്ട് അല്ലേ? നമ്മുടെ ബ്രെയിനിൽ പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും, ബോഡിയിലുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്ന ഓരോ പാർട്സാണ്. ബ്രെയിനിലെ ഓരോ പാർട്സാണ് ബോഡിയിലുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും എന്ത് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ തലയ്ക്ക് എന്തെങ്കിലും ക്ഷതം സംഭവിച്ചു കഴിഞ്ഞാൽ പറയുന്നത് കേട്ടിട്ടുണ്ടാവും, ബ്രെയിൻ ഡെത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ എന്ന് പറയില്ലേ? ആ ബ്രെയിൻ ഡെത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെന്താണ്, നമ്മൾ ശരിക്കും മരിച്ചതിന് തുല്യമാണ്. ഓക്കെ, അപ്പോൾ അത് അങ്ങനെ ഒരു ഇതിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഗവൺമെൻറ് ഹെൽമെറ്റ് ധരിക്കാനായിട്ടുള്ള നിർദ്ദേശം തന്നിട്ടുള്ളത്. അപ്പോൾ ഹെൽമെറ്റ് ധരിക്കുക, 2 വീലേഴ്സ് റൈഡ് ചെയ്യുമ്പോൾ ഹെൽമെറ്റ് ധരിക്കുക എന്നുള്ളത് മുഖ്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഓക്കെ ഓക്കെ നമുക്ക് സ്പൈനൽ കോഡ് എന്താണെന്ന് നോക്കാം. സ്പൈനൽ കോഡ്. The spinal cord is the continuation of the medulla oblongata. Medulla oblongata കണ്ടിന്യൂസ് പാർട്ടായിട്ട് വരുന്നതാണ് സ്പൈനൽ കോഡ് എന്ന് പറയുന്നത്. ഓൺ ദ ബേസിസ് ഓഫ് ദ ഇൻഡിക്കേറ്റേഴ്സ് അനലൈസ് ഇല്ലുസ്ട്രേഷൻ 1.8 ആൻഡ് ദ ഡിസ്ക്രിപ്ഷൻ ആൻഡ് പ്രിപ്പയർ നോട്ട്സ് ഇൻ യുവർ സയൻസ് ഡയറി. ദ സ്പൈനൽ കോഡ് ഈസ് പ്രൊട്ടക്റ്റഡ് ഇൻസൈഡ് ദ വെർട്ടിബ്രൽ കോളം. എവിടെയാണ് നമ്മളിപ്പോൾ പറഞ്ഞു ബ്രെയിന് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുള്ളത്? സ്കള്ളിനകത്ത് 3 ലെയേർഡുള്ള മെനിഞ്ചസ് ഉണ്ട് അല്ലേ? അതിനകത്താണ് ബ്രെയിൻ പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് വെച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സ്പൈനൽ കോഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു പ്രൊട്ടക്റ്റഡ് ലെയർ വേണമല്ലോ അല്ലേ? ആ പ്രൊട്ടക്റ്റഡ് ലെയറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വെർട്ടിബ്രൽ കോളം എന്ന് പറയുന്നത്. ലൈക്ക് ദ ബ്രെയിൻ, the spinal cord is also covered by meninges. The central canal seen in the center of the spinal cord is also fixed with the cerebrospinal fluid. അതുപോലെ തന്നെ നമ്മൾ ബ്രെയിൻ പറഞ്ഞപ്പോൾ ഒരു ഫ്ലൂയിഡിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അതേപോലെ സെൻട്രൽ കനാൽ സീൻ ഇൻ ദ സെൻറ്റർ ഓഫ് ദ സ്പൈനൽ കോഡ്. സ്പൈനൽ കോഡിൽ കാണുന്ന സെൻട്രൽ കനാൽ ട്യൂബ് ലൈക്ക് ആയിട്ട് കാണുന്നുണ്ടാവും അല്ലേ? ആ ഭാഗത്ത് ഒരു ഫ്ലൂയിഡ് ഫില്ല് ചെയ്തിട്ടുണ്ട് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സ്പൈനൽ കോഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഫ്ലൂയിഡ് ഉണ്ട്. ആ ഫ്ലൂയിഡിൻ്റെ പേരാണ് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ്. ഇൻ ദ സ്പൈനൽ കോഡ് വൈറ്റ് മാറ്റർ ഈസ് സീൻ ഔട്ട്സൈഡ് ആൻഡ് ഗ്രേ മാറ്റർ ഈസ് സീൻ ഇൻ ഇൻസൈഡ്. നമ്മുടെ ബ്രെയിനിൽ എങ്ങനെയായിരുന്നു? ഗ്രേ മാറ്റർ പുറത്തും വൈറ്റ് മാറ്റർ അകത്തുമായിരുന്നു. പക്ഷെ സ്പൈനൽ കോഡിൽ വരുമ്പോൾ വൈറ്റ് മാറ്റർ പുറത്തും ഗ്രേ മാറ്റർ ഇൻസൈഡായിട്ടുമാണ് കാണുന്നത്. There are 31 pairs of spinal nerves arising from the spinal cord. സ്പൈനൽ കോഡിൽ നിന്ന് 31 പെയർ സ്പൈനൽ നെർവ്സ് ആണ് ഉണ്ടായിട്ടുള്ളത്. ഡോർസൽ റൂട്ട് ആൻഡ് എ വെൻട്രൽ റൂട്ട്. ഒരു ഡോർസൽ റൂട്ടും ഉണ്ട്, അതുപോലെ തന്നെ ഒരു വെൻട്രൽ റൂട്ടും ഉണ്ട്. ജോയിൻ ടു ഫോം എ സ്പൈനൽ നെർവ്. സ്പൈനൽ നെർവ് ഉണ്ടാവാനായിട്ട് ഒരു ഡോർസൽ റൂട്ടും അതുപോലെ ഒരു വെൻട്രൽ റൂട്ടും കണക്റ്റഡ് ആയിട്ടുണ്ട്. സെൻസറി ഇമ്പൾസസ് റീച്ച് ദ സ്പൈനൽ കോഡ് ത്രൂ ദ ഡോർസൽ റൂട്ട്. സെൻസറി ഇമ്പൾസസ് ഒക്കെ സ്പൈനൽ കോഡിലേക്ക് എത്തുന്നത് ഏതിലൂടെയാണ്? ഡോർസൽ റൂട്ടിലൂടെയാണ്. മോട്ടോർ ഇമ്പൾസസ് ഗോ ഔട്ട് ഓഫ് ദ സ്പൈനൽ കോഡ് ത്രൂ ദ വെൻട്രൽ റൂട്ട്. മോട്ടോർ ഇമ്പൾസസ് ഒക്കെ ഏതിലൂടെയാണ് പോവുക? സ്പൈനൽ കോഡിലൂടെ പോകുന്നത് വെൻട്രൽ റൂട്ടിലൂടെയാണ്, വെൻട്രൽ റൂട്ടിൻ്റെ സഹായത്തോടെയാണ്. Impulses from different parts of the body are transmitted to and from the brain through the spinal cord. It also coordinates the repeated movements during walking, running, etc. എന്ത് ചെയ്യുന്നുണ്ട്? ബ്രെയിനും സ്പൈനൽ കോഡും കൂടി കോർഡിനേറ്റ് ചെയ്തിട്ടാണ് ഇതെല്ലാം പ്രവർത്തിക്കുന്നത്. റിപ്പീറ്റഡ് മൂവ്മെൻറ്റ്സ് ആയിട്ടുള്ള വാക്കിംഗ്, റണ്ണിങ് എക്സെട്ര എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, പ്രൊട്ടക്ഷൻ ഓഫ് സ്പൈനൽ കോഡ്, formation of the spinal nerves and
ഫങ്ഷൻസ് ഓഫ് ദ സ്പൈനൽ കോഡ്. ഇത്രയും കാര്യം ഇപ്പം നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ് അല്ലേ. ദെൻ the spinal cord within the vertebral column. The spinal cord of a newborn baby extends up to the tip of the vertebral column. ന്യൂബോൺ ബേബിയുടെ സ്പൈനൽ കോഡ് എന്ന് പറയുന്നത് വെർട്ടിബ്രൽ കോളത്തിൻ്റെ ടിപ്പ് വരെ നീണ്ടു കിടക്കുന്നതായിരിക്കും. ബട്ട് ഇൻ അഡൾട്ട്സ് ഇറ്റ് ഈസ് സീൻ ഓൺലി അപ് ടു ദ മിഡിൽ ഓഫ് ദ വെർട്ടിബ്രൽ കോളം. പക്ഷേ അഡൾട്ട്സിനാണെങ്കിൽ വെർട്ടിബ്രൽ കോളത്തിൻ്റെ മിഡിൽ വരെ അത് കാണാറുള്ളൂ. പക്ഷേ ന്യൂബോൺ ബേബി ആണെങ്കിൽ വെർട്ടിബ്രൽ കോളം എക്സ്റ്റെൻഡ് അപ് ടു ടിപ്പ് ഓഫ് ദ വെർട്ടിബ്രൽ കോളം. വെർട്ടിബ്രൽ കോളത്തിൻ്റെ ടിപ്പ് വരെ നമുക്കത് കാണാൻ പറ്റും. ദിസ് ഈസ് ബിക്കോസ് ദ സ്പൈനൽ കോഡ് ഡസ് നോട്ട് ഗ്രോ ഇൻ പ്രൊപ്പോർഷൻ ടു ദ ഗ്രോത്ത് ഓഫ് വെർട്ടിബ്രൽ. ഇതെന്തുകൊണ്ടാണ്? നമ്മൾ വളരുന്നതിനൊപ്പം വെർട്ടിബ്രൽ കോളം ഗ്രോ ചെയ്യുന്നില്ല. ഓക്കെ, അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. Observe the figure 1.5. What is the peculiarity of such responses? Analyze the description and given below and note the peculiarities. The accidental and involuntary responses towards stimuli are called reflex actions. എന്താണ് റിഫ്ലെക്സ് ആക്ഷൻസ് എന്ന് പറയുന്നത്? താഴെ തന്നിട്ടുള്ള പിക്ചർ എന്ന് പറയുന്നത് രണ്ട് ഫിഗേഴ്സാണ്. ഒന്ന് കല്ല് എറിഞ്ഞ് കൊള്ളുന്നതിൻ്റെയും രണ്ടാമത് ഒരു വടിയിൽ ചവിട്ടി, ഒരു മുള്ളിൽ ചവിട്ടി കാല് നോവുന്നതിൻ്റെയും അല്ലേ. The accidental and involuntary responses towards stimuli are called reflex actions. പെട്ടെന്നുണ്ടാവുന്ന കാര്യങ്ങൾ അതിന് റെസ്പോണ്ട് ചെയ്യുന്നതിന് റിഫ്ലെക്സ് ആക്ഷൻസ് എന്നാണ് പറയുന്നത്. ദേ ഡു നോട്ട് ഹാപ്പൻ കോൺഷ്യസ്ലി. അത് എപ്പോഴും കോൺഷ്യസ് ആയിട്ടല്ല ഉണ്ടാവുന്നത്. ഇനി ദ പാത്വേ ഓഫ് ഇമ്പൾസസ് ഇൻ എ റിഫ്ലെക്സ് ആക്ഷൻ. നമുക്കൊരു ഫിഗർ തന്നിട്ടുണ്ട് അല്ലേ, നോക്കാം. എന്താണ് തന്നിട്ടുള്ളത് ഫിഗറിൽ? കൈ ഒരു മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ടുണ്ട്. അതിനകത്ത് വിരൽ കൊണ്ടുപോകുമ്പോഴേക്കും നമുക്കെന്ത് മനസ്സിലാവും? കൈ പൊള്ളും എന്നുള്ളത് അറിയാം, അല്ലെങ്കിൽ കൈ പൊള്ളും അല്ലെ, കൈ പൊള്ളി എന്നുള്ളത് അറിയാം. അപ്പോൾ ഇതെന്താണ്, എങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുന്നത് എന്നുള്ളതാണ് തന്നിട്ടുള്ളത്. ഓക്കെ, റിസപ്റ്റർ ഫസ്റ്റ് കാണുന്ന റൈറ്റ് ഹാൻഡിലെ ചൂണ്ടുവിരൽ എന്ന് പറയുന്നത് റിസപ്റ്ററാണ്. റിസപ്റ്റർ എന്ത് ചെയ്തു? ഇമ്പൾസ് ജനറേറ്റ് ചെയ്തു. കൈ പൊള്ളി എന്നുള്ള ഇമ്പൾസ് ജനറേറ്റ് ചെയ്തു. ഓക്കെ, ചൂടറിഞ്ഞു. അതെന്ത് ചെയ്തു? സെൻസറി ന്യൂറോൺസ് ക്യാരീസ് ഇമ്പൾസസ് ടു ദ സ്പൈനൽ കോഡ്. സ്പൈനൽ കോഡിലേക്ക് ഇമ്പൾസ് ക്യാരി ചെയ്തു, കൊണ്ടുപോകുന്നു, മെസ്സേജ് വഹിച്ചുകൊണ്ട് പോകുന്നു അല്ലേ. ദെൻ ഇൻറ്റർ ന്യൂറോൺ എന്താ ചെയ്യുന്നത്? ദ ന്യൂറോൺ ദാറ്റ് കണക്ട്സ് ടു ദ സെൻസറി ന്യൂറോൺ ആൻഡ് ദ മോട്ടോർ ന്യൂറോൺ. സെൻസറി ന്യൂറോൺസിനെയും മോട്ടോർ ന്യൂറോൺസിനെയും കണക്ട് ചെയ്തിട്ടുള്ള ഇൻറ്റർ ന്യൂറോൺ എന്ത് ചെയ്തു? ജനറേറ്റ്സ് ദ ക്യുക്ക് റെസ്പോൺസ്. ക്യുക്ക് റെസ്പോണ്ട് ചെയ്യാൻ ആയിട്ട് തിരിച്ച് മെസ്സേജ് കൊടുത്തു. അക്കോർഡിംഗ് ടു ദ സെൻസറി ഇമ്പൾസസ്. നമ്മൾ അങ്ങോട്ട് കൊടുത്ത സെൻസറി ഇമ്പൾസസിനനുസരിച്ച് ക്യുക്ക് റെസ്പോൺസിനുള്ള മെസ്സേജ് തിരിച്ച് ഇൻറ്റർ ന്യൂറോൺ കൊടുത്തു. ആ ഇൻറ്റർ ന്യൂറോൺ കൊടുത്ത മെസ്സേജ് ആരാണ് വഹിച്ചുകൊണ്ട് പോകുന്നത്? മോട്ടോർ ന്യൂറോൺസ് ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് സെൻസറി ന്യൂറോൺസ് എന്ന് പറയുന്നത് ബ്രെയിനിലേക്ക് എത്തിക്കുന്നതും തിരിച്ചതുപോലെ ബ്രെയിനിൽ നിന്ന് ബാക്കിയുള്ള പാർട്സിലേക്ക് എത്തിക്കുന്നത് മോട്ടോർ ന്യൂറോൺ ആണ്. രണ്ട് ജോലിയും ഒരുമിച്ച് ചെയ്യുന്നതാണ് ഇൻറ്റർ ന്യൂറോൺസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ മോട്ടോർ ന്യൂറോൺസ് എന്ന് പറയുന്നത് എന്താണ്? എന്ത് ചെയ്തു? ക്യാരീസ് ദ ഇൻഫർമേഷൻ ഫ്രം സ്പൈനൽ കോഡ് ടു റിലേറ്റഡ് മസിൽസ്. ഏത് മസിൽസിലേക്കാണോ മെസ്സേജ് പാസ് ചെയ്യേണ്ടത് ആ കൈയിൻ്റെ റിലേറ്റഡ് മസിൽസിലേക്ക് മെസ്സേജ് തിരിച്ച് പാസ് ചെയ്തു. ദെൻ റിലേറ്റഡ് മസിൽസ് വിത്ഡ്രോ ദ ഹാൻഡ് ബൈ ആക്ഷൻ ഓഫ് ദ മസിൽസ്. ആ മസിൽസിൻ്റെ ആക്ഷൻ, മസിൽസിലേക്കാണ് മെസ്സേജ് പോയിട്ടുള്ളത്. ആ മസിൽസിലേക്ക് കിട്ടിയ മെസ്സേജ് വഴി മസിൽസ് പ്രവർത്തിക്കുന്നു. അപ്പോൾ ആ മസിൽസ് എന്ത് ചെയ്യുന്നു? നമ്മുടെ ഹാൻഡ് എന്ത് ചെയ്യുന്നു? നമ്മൾ ചൂട് തട്ടി ചൂടാണെന്ന് മനസ്സിലായി കൈ റിമൂവ് ചെയ്യുന്നു അല്ലേ. ഇതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഈ ഭാഗങ്ങളെല്ലാം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. റിസപ്റ്റർ, സെൻസറി ന്യൂറോൺ, ഇൻറ്റർ ന്യൂറോൺ, മോട്ടോർ ന്യൂറോൺ, റിലേറ്റഡ് മസിൽ. ഓരോ പാർട്സും എന്താ ചെയ്യുന്നത് എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, reflex arc is the pathway of impulses in the reflex action. Mainly spinal cord acts as the center of reflection.
റിഫ്ലക്സ് ആക്ഷൻ. സ്പൈനൽ കോഡാണ് സാധാരണയായിട്ട് സെൻറ്റർ ഓഫ് റിഫ്ലക്സ് ആക്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് സച്ച് റിഫ്ലക്സസ് ആർ കോൾഡ് സ്പൈനൽ റിഫ്ലക്സസ്. അങ്ങനെയുള്ള റിഫ്ലക്സസിനെ എന്തെന്ന് പറയുന്നു? സ്പൈനൽ റിഫ്ലക്സസ് എന്ന് പറയുന്നു. ബട്ട് ഓൾ റിഫ്ലക്സസ് ആർ നോട്ട് അണ്ടർ ദ കൺട്രോൾ ഓഫ് സ്പൈനൽ. പക്ഷേ എല്ലാ റിഫ്ലക്സ് ആക്ഷൻസും സ്പൈനൽ കോഡിൻ്റെ കൺട്രോളിലല്ല. ഡോണ്ട് വി ബ്ലിങ്ക് അവർ ഐസ് വെൻ ലൈറ്റ് സഡൻലി ഫോൾസ് ഓൺ യുവർ ഐസ് ആൻഡ് ഓർ ഒബ്ജക്റ്റ് മൂവ് ടുവാർഡ്സ് ദം. കണ്ണിനടുത്തേക്ക് പെട്ടെന്ന് ഒരു ഒബ്ജക്റ്റ് വരികയോ അല്ലെങ്കിൽ കണ്ണിലേക്ക് ലൈറ്റ് അടിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് നമ്മൾ കണ്ണടയ്ക്കുന്നുണ്ട് അല്ലേ? ദിസ് ഈസ് ഓൾസോ എ റിഫ്ലക്സ് ആക്ഷൻ. ഇതും ഒരു റിഫ്ലക്സ് ആക്ഷനാണ്. പക്ഷേ സച്ച് റിഫ്ലക്സസ് അണ്ടർ ദ കൺട്രോൾ ഓഫ് ദ സെറിബ്രം ആൻഡ് കോൾ സെറിബ്രൽ റിഫ്ലക്സസ്. പക്ഷേ ഇങ്ങനെയുള്ള റിഫ്ലക്സസിനെ എന്താണ്? സെറിബ്രത്തിൻ്റെ കീഴിൽ വരുന്ന സെറിബ്രത്തിൻ്റെ കൺട്രോളുള്ള റിഫ്ലക്സ് ആക്ഷൻസ് ആണ്. അതുകൊണ്ട് തന്നെ അതിനെ സെറിബ്രൽ റിഫ്ലക്സസ് എന്നാണ് വിളിക്കുന്നത്. ഇറ്റ് ഈസ് അഡ്വൈസബിൾ ടു ലിഫ്റ്റ് അപ്പ് പീപ്പിൾ ക്വിക്ക്ലി ബൈ ഹോൾഡിംഗ് ദെയർ ആംസ് ഓർ ലെഗ്സ് ഇൻ ആൻ ആക്സിഡൻറ്റ്. വാട്ട് aspects related to spinal cord are to be taken care of while attending injured person. എന്നാണ്, പെട്ടെന്നൊരു ആക്സിഡൻറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അവരുടെ കയ്യെ ഹോൾഡ് ചെയ്തിട്ടാണ് എടുക്കുന്നത് കണ്ടിട്ടുള്ളത് അല്ലേ? എന്തുകൊണ്ടാണ് അങ്ങനെ എടുക്കുന്നത്? ചെറിയൊരു നമ്മൾ എന്തെങ്കിലും നമുക്ക് പുറമേ കാണാൻ ചിലപ്പോൾ മുറിവുകളോ ചതവുകളോ ഒന്നും ഉണ്ടാവില്ല. പക്ഷേ അകത്ത് സംഭവിച്ച സ്പൈനൽ കോഡിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആളുടെ ഡെത്തിന് വരെ, ആളുടെ മരണത്തിന് വരെ കാരണമായേക്കാം. അതുകൊണ്ടാണ് നമ്മൾ അനങ്ങാതെ എടുത്ത് വണ്ടിയിലേക്ക് കയറ്റുന്നത്. ഓക്കെ, ദെൻ ആൽക്കഹോൾ ആൻഡ് റിഫ്ലക്സ്. ആൽക്കഹോൾ ആക്സിലറേറ്റ്സ് ദ ആക്ഷൻ ഓഫ് ഗാമ അമിനോ ബ്യൂട്രിക് ആസിഡ് GABA, a neurotransmitter in the brain. Higher doses of this neurotransmitter retard the brain action, which in turn weakens the reflex action and prevents making proper decision at proper time. ഈ ആൽക്കഹോൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആൽക്കഹോൾ എന്താ, മദ്യപാനികൾ അല്ലേ? മദ്യപാനികൾക്ക് ഒരു ഗാമ അമിനോ ബ്യൂട്രിക് ആസിഡ് ആക്ഷനാണ് അതിൽ സംഭവിക്കുന്നത്. ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററാണ്, ബ്രെയിനിലുള്ള ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററാണിത്. ഇതെന്ത് ചെയ്യുന്നു? ഹയർ ഡോസ് ഓഫ് ന്യൂറോ ട്രാൻസ്മിറ്റർ റിട്ടാർഡ് ദ ബ്രെയിൻ ആക്ഷൻ. എന്ത് ചെയ്യുന്നു? ബ്രെയിനിലെ എല്ലാ തരത്തിലുള്ള ആക്ഷൻസും റിട്ടാർഡ് ചെയ്ത് വിച്ച് ഇൻ ടേൺ വീക്കൻസ് ദ റിഫ്ലക്സ് ആക്ഷൻ. ആ റിഫ്ലക്സ് ആക്ഷൻ വർക്ക് ചെയ്യാനായിട്ട് ബ്ലോക്ക് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് കറക്റ്റ് ടൈമിൽ വേണ്ട കാര്യങ്ങൾക്ക് ഡിസിഷൻ എടുക്കാനോ മര്യാദയ്ക്ക് നടക്കാനോ ഒന്നും പറ്റാതെ വരുന്നു. ഓക്കെ, then autonomous nervous system. There may be instances in your life when you felt sudden fear or sadness. Write down some of those experiences. പെട്ടെന്ന് പേടിക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് കരയുക, അങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതാനാണ്, പോയിന്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. വാട്ട് ആർ ദ ചേഞ്ചസ് ദാറ്റ് ടേക്ക് പ്ലേസ് ഇൻ ദ ബോഡി ഡ്യൂറിങ് സച്ച് എമർജൻസി സിറ്റുവേഷൻ. പെട്ടെന്ന് എന്തെങ്കിലും പേടിക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും കരയേണ്ട അവസ്ഥയെ പേടിക്കുകയും ഭയപ്പെടുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്? ഒരു കാര്യം നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കുന്നതായിരിക്കും. ഇപ്പോൾ അതിൽ തന്നിട്ടുള്ളത് ഹാർട്ട് ബീറ്റ് അല്ലേ? ഹാർട്ട് ബീറ്റ് ഇൻക്രീസ് ആവുമെന്നുള്ളത് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. പേടിച്ച് കഴിഞ്ഞാൽ അയ്യോ എൻ്റെ ഹാർട്ട് ബീറ്റ് കൂടി എന്ന് പറയാറുണ്ടല്ലേ? അപ്പോൾ അതെല്ലാവർക്കും അറിയാം. ഇനി ബാക്കി എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഈ ഫിഗർ നോക്കി കണ്ടുപിടിക്കാം. ഈ ഭാഗങ്ങളെ സിമ്പത്തറ്റിക് അല്ലെങ്കിൽ പാരാസിമ്പത്തറ്റിക് എന്ന് പറയുന്നു. രണ്ട് തരത്തിലുള്ള കാര്യങ്ങളാണുള്ളത്. ആക്ടിവിറ്റീസ് ദാറ്റ് ടേക്ക് പ്ലേസ് ബിയോണ്ട് ദ കോൺഷ്യസ് ലെവൽ ആർ കൺട്രോൾഡ് ബൈ ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം, എ പാർട്ട് ഓഫ് ദ പെരിഫറൽ നെർവസ് സിസ്റ്റം. കോൺഷ്യസ് ലെവൽ എന്ന് വെച്ചാൽ പെട്ടെന്ന് സംഭവിക്കുന്ന ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും ഓട്ടോണോമസ് നെർവസ് സിസ്റ്റമാണ് കൺട്രോൾ ചെയ്യുന്നത്. അത് പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൻ്റെ ഒരു പാർട്ടാണ്. The sympathetic system and the parasympathetic system together form the autonomous nervous system. സിമ്പത്തറ്റിക്കും പാരാസിമ്പത്തറ്റിക്കും കൂടി ചേർന്ന് വരുന്നതിനെയാണ് ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. അനലൈസ് ഇല്ലസ്ട്രേഷൻ 1.10. നമുക്ക് താഴെ തന്നിട്ടുള്ള പിക്ചർ ഒന്ന് നോക്കാം. സിമ്പത്തറ്റിക് സിസ്റ്റം, മറു സൈഡിൽ പാരാസിമ്പത്തറ്റിക് സിസ്റ്റം തന്നിട്ടുണ്ട്. എന്താണ് സിമ്പത്തറ്റിക് സിസ്റ്റത്തിൽ പറഞ്ഞിട്ടുള്ളത്? The pupil in the eye dilates. പാരാസിമ്പത്തറ്റിക്കിലാണെങ്കിൽ the pupil in the eye contracts.
കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ കോൺട്രാക്റ്റ് ആവുന്ന സമയത്ത് നടക്കുന്നതാണ് പാരാസിമ്പത്തറ്റിക് സിസ്റ്റം. കണ്ണ് അടയ്ക്കുമ്പോൾ ഉണ്ടാകുന്നത്, കണ്ണിൽ പ്യൂപ്പിളിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ആണ് പറയുന്നത് അല്ലേ, കൃഷ്ണമണി എന്ന് പറയുന്നത്. അതിൽ കോൺട്രാക്റ്റ് ആവുകയാണെങ്കിൽ പാരാസിമ്പത്തറ്റിക് ആണ്. ഡിലേറ്റ്സ് ആണെങ്കിലോ സിമ്പത്തറ്റിക് ആണ്. ദെൻ പ്രൊഡക്ഷൻ ഓഫ് സലൈവ ഡിക്രീസസ്, ഉമിനീര് ഉൽപ്പാദിപ്പിക്കുന്നത് കുറയുകയാണെങ്കിൽ അത് സിമ്പത്തറ്റിക് സിസ്റ്റമാണ്. ഇൻക്രീസ് ചെയ്യുന്നതാണെങ്കിൽ അത് പാരാസിമ്പത്തറ്റിക്. ദെൻ ട്രക്കിയ എക്സ്പാൻസ്, ലങ്സിലെ ട്രക്കിയ എക്സ്പാൻഡ് ചെയ്യണം, വികസിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സിമ്പത്തറ്റിക്കും. ചുരുങ്ങുകയാണെങ്കിൽ അതിനെ കോൺട്രാക്റ്റ് ചെയ്യുക, എന്ന് വെച്ചാൽ ചുരുങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത് പാരാസിമ്പത്തറ്റിക്കും. ഹാർട്ട് ബീറ്റ് ഇൻക്രീസ് ചെയ്യുന്നത് സിമ്പത്തറ്റിക് ആണ്. ഹാർട്ട് ബീറ്റ് നോർമൽ ആയിട്ടിരിക്കുന്നത് പാരാസിമ്പത്തറ്റിക്. ഗ്യാസ്ട്രിക് ആക്ടിവിറ്റി സ്ലോ ഡൗൺ ചെയ്യുന്നത് സിമ്പത്തറ്റിക് ആണ്. അത് നോർമൽ സ്റ്റേജിലിരിക്കുന്നത് പാരാസിമ്പത്തറ്റിക്. ഗ്ലൈക്കോജൻ ഈസ് കൺവേർട്ടഡ് ടു ഗ്ലൂക്കോസ്, ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് സിമ്പത്തറ്റിക് സിസ്റ്റവും. ഗ്ലൂക്കോസ് ഈസ് കൺവേർട്ടഡ് ടു ഗ്ലൈക്കോജൻ, ഗ്ലൂക്കോസിനെ തിരിച്ച് ഗ്ലൈക്കോജനാക്കി മാറ്റുന്നത് പാരാസിമ്പത്തറ്റിക് സിസ്റ്റമാണ്. പെരിസ്റ്റലിസിസ് ഇൻ ദ ഇൻസ്റ്റൻറ്റൈൻ സ്ലോസ് ഡൗൺ എന്ന് പറയുന്നത് സിമ്പത്തറ്റിക്കിലും, പെരിസ്റ്റലിസിസ് ഇൻ ദ ഇൻസ്റ്റൻറ്റ് ബിക്കംസ് നോർമൽ എന്നുള്ളത് പാരാസിമ്പത്തറ്റിക്. പ്രൊഡക്ഷൻ ഓഫ് ഹോർമോൺ ഡിക്രീസസ് പാരാസിമ്പത്തറ്റിക്, ഇൻക്രീസ് ചെയ്യുന്നത് സിമ്പത്തറ്റിക്. യൂറിനറി ബ്ലാഡർ റിഗെയിൻസ് നോർമൽ സ്റ്റേറ്റിലുള്ളത് സിമ്പത്തറ്റിക്കും, കോൺട്രാക്റ്റ് ചെയ്യുന്നത് പാരാസിമ്പത്തറ്റിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ 2 തരത്തിൽ വരുന്നുണ്ട് പാരാസിമ്പത്തറ്റിക്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇത് നമ്മൾ നേരത്തെ തന്നിട്ടുള്ള പിക്ചർ നോക്കി നമ്മൾ ഫില്ല് ചെയ്യേണ്ടതാണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്ക് നോക്കാം. നെർവസ് സിസ്റ്റം ആൻഡ് ഇറ്റ്സ് ഡിസോർഡേഴ്സ്. എന്താണ് നെർവസ് സിസ്റ്റം? എ ഹെൽത്തി നെർവസ് സിസ്റ്റം ഈസ് ദ ബേസിസ് ഓഫ് ദ നോർമൽ ബോഡി ആക്ടിവിറ്റീസ്. നോർമലായിട്ടുള്ള സാധാരണ നിലയ്ക്കുള്ള ഒരു ബോഡി ആക്ടിവിറ്റീസിൽ നോക്കുന്നതാണ് ഹെൽത്തി നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. ഈവൻ മൈനർ ഡിഫക്ട്സ് ഇൻ ദ നെർവസ് സിസ്റ്റം മേ കോസ് സീരിയസ് ഹെൽത്ത് പ്രോബ്ലംസ്. ചെറിയ നെർവസ് പ്രോബ്ലം വല്ലതും ഉണ്ടെങ്കിൽ തന്നെ അത് ഹെൽത്ത് പ്രോബ്ലംസ്, വളരെ വലിയ ഹെൽത്ത് പ്രോബ്ലംസിലേക്ക് എത്തിക്കാൻ സാധ്യതയുണ്ട്. ദെൻ ലിസ്റ്റ് ഔട്ട് ദ ഫെമിലിയർ ഡിസീസസ് ദാറ്റ് എഫക്ട്സ് ദ നെർവസ് സിസ്റ്റം. നെർവസ് സിസ്റ്റത്തിനെ ബാധിക്കുന്ന പലതരത്തിലുള്ള അസുഖങ്ങളുണ്ട്. അതിലൊന്നാണ് റാബിസ്. ബാക്കിയുള്ളത് നമുക്ക് ടേബിളായിട്ട് തന്നിട്ടുണ്ട്, അതെന്തൊക്കെയാണെന്ന് നോക്കാം. അൾസീമേഴ്സ്, അത് കേട്ടിട്ടുണ്ടാവും അല്ലേ, മറവി രോഗം. എന്തൊക്കെയാണ് കോസസ്? അക്യുമുലേഷൻ ഓഫ് ദ ഇൻസൊല്യൂബിൾ പ്രോട്ടീൻ ഇൻ ദ ന്യൂറൽ ടിഷ്യൂസ് ഓഫ് ദ ബ്രെയിൻ. ന്യൂറോൺസ് ഗെറ്റ് ഡിസ്ട്രോയിഡ്, ന്യൂറോൺസൊക്കെ നശിച്ചു പോകുന്നു. അതിൽ സിംറ്റംസ് എന്ന് പറയുന്നത് ലോസ് ഓഫ് മെമ്മറി, മറവി, ഇന്നബിലിറ്റി ടു റെക്കഗ്നൈസ് ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ്, അറിയുന്ന ആൾക്കാരെ പോലും അറിയാതെ വരുന്ന അവസ്ഥ അല്ലേ. ദെൻ അടുത്തത് എന്താണ്? പാർക്കിൻസൺസ് രോഗം. ഡിസ്ട്രക്ഷൻ ഓഫ് സ്പെഷ്യലൈസ്ഡ് ഗാംഗ്ലിയൻസ് ഇൻ ദ ബ്രെയിൻ, പ്രൊഡക്ഷൻ ഓഫ് ഡോപാമൈൻ ആൻഡ് എ ന്യൂറോ ട്രാൻസ്മിറ്റർ ഇൻ ദ ബ്രെയിൻ ഗെറ്റ്സ് റെഡ്യൂസ്ഡ്. ന്യൂറോ ട്രാൻസ്മിറ്റർ റെഡ്യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഡിസ്ട്രക്ഷൻ ഓഫ് സ്പെഷ്യലൈസ്ഡ് ഗാംഗ്ലിയോൺസ്, ബ്രെയിനിലുള്ള ചില സ്പെഷ്യലൈസ്ഡ് ഗാംഗ്ലിയോൺസ് നശിപ്പിക്കപ്പെടുക. ഇതിൻ്റെ സിംറ്റംസ് എന്ന് പറയുന്നത് ലോസ് ഓഫ് ബോഡി ബാലൻസ് നഷ്ടപ്പെടുക, ഇറഗുലർ മൂവ്മെൻറ്റ് ഓഫ് മസിൽസ്, അതുപോലെ ബോഡി ഷിവറിങ്, ദെൻ പ്രൊഫ്യൂസ് സലൈവേഷൻ, വായിൽ നിന്ന് വെള്ളം ഇങ്ങനെ വരിക, അതൊക്കെ പാർക്കിൻസൺസ് രോഗത്തിൻ്റെ സിംറ്റംസ് ആണ്. ദെൻ എപ്പിലെപ്സി, കണ്ടിന്യൂസ് ആൻഡ് ഇറഗുലർ ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജസ് ഇൻ ദ ബ്രെയിനിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇലക്ട്രിക് ചാർജസ് വരുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അതിൻ്റെ സിംറ്റംസ് എന്ന് പറയുന്നത് എപ്പിലെപ്സി ഡ്യൂ ടു കണ്ടിന്യൂസ് മസ്കുലർ കോൺട്രാക്ഷൻ, ഫ്രോത്തി ഡിസ്ചാർജ് ഫ്രം ദ മൗത്ത്, ക്ലെൻച്ചിങ് ഓഫ് ദ ടീത്ത് ഫോളോയിങ് വിച്ച് ദ പേഷ്യൻസ് ഫെയിൽസ് അൺകോൺഷ്യസ്. വിറച്ച് ഷിവർ ചെയ്തിങ്ങനെ വീഴുന്ന സമയത്ത് എന്ത് ചെയ്യുക? ടീത്ത്, പല്ലിങ്ങനെ കടിച്ചമർത്തി വയ്ക്കുക. അതുപോലെ മസ്കുലർ കോൺട്രാക്ഷൻസൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവും, വലിവ്, പേശിവേദന അല്ലേ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ സിംറ്റംസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഡിസീസസും കോസസും, നെർവസ് ഡിസീസസും കോസസും. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ടേബിൾ 1.2 എന്നുള്ളത് ഫിൽ ചെയ്തിട്ടില്ല. അതെല്ലാവർക്കും നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തൊട്ട് മുൻപ് തന്നിട്ടുള്ള സിമ്പത്തറ്റിക് പാരാസിമ്പത്തറ്റിക് എന്നുള്ള പിക്ചറിൽ നോക്കിയിട്ട് ഫില്ല് ചെയ്യാവുന്നതേ ഉള്ളൂ. ഫില്ല് ചെയ്യുക. നമ്മൾ നെക്സ്റ്റ് വീഡിയോയിലൂടെ നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തരും. അപ്പോൾ ഇതിൽ
വീണ്ടും ഈ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വരും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു, യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.